കാപ്രിക്കോൺ ഞാൻ കാണുന്നത് ജൂലൈ മാസത്തിൽ കുറേ പോസിറ്റീവ് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനത്തെ കാർഡ്സ് ആണ് ഞാൻ കണ്ടത്. കുറേ പോസിറ്റീവ് എനർജീസ്, പുതിയ തുടക്കം. പക്ഷേ ഇത് ഏത് ഏരിയ ഓഫ് ലൈഫിലാണ് ഉണ്ടാവാൻ പോണത്, എങ്ങനെയാണ് നിങ്ങളെ അത് ബാധിക്കുക? നമ്മൾക്കിപ്പോൾ ആ മെസ്സേജിലേക്ക് പോയി എന്താണ് നിങ്ങളുടെ ഗൈഡൻസ് പറയണതെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ കാപ്രിക്കോൺ എന്താണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇത് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ കാപ്രിക്കോൺ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ എനർജി. ഓക്കെ, അതൊരു സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. എസ്പെഷ്യലി പൈസയുടെ കാര്യത്തിൽ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത്. കരിയറിലും സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇവിടെ എന്തോ ഒരു പുതിയ ജോലി, ഒരു പുതിയ ബിസിനസ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ ചിലവർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, കുറേ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആവാം. ബട്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പേഴ്സൺ ഞാനൊരു വാട്ടർ സൈൻ ആയിട്ടാണ് കാണുന്നത്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാവാം. കുറേ ഫ്ലേർട്ടിങ് എനർജി കാണാനുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ വന്നിരിക്കണ 3 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തോ പ്രതീക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളൊരു റിലേഷൻഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. മേ ബി ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ആ പേഴ്സൻ്റെ കൂടെ നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യായിരുന്നു. അതെന്തായാലും ജൂലൈയിൽ കാണുന്നുണ്ട് അത് വരണത്. അപ്പം നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട മാതിരി പേഴ്സൺ, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു പേഴ്സൺ ഇഷ്ടമായിരുന്നു വെച്ചാൽ ആ പേഴ്സൻ്റെ കൂടെ ഒരു നല്ല പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ഈ മാസം. ഇപ്പോൾ ഫ്യൂച്ചറിൽ കാണുന്നത് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ ആരാണ്? ഇവിടെ ഒരു പുതിയ തുടക്കം ആദ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ബിസിനസ്സിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം. കുറേ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവണ എനർജി കാണാണ്ട്. കുറേ ആൾക്കാർ നിങ്ങളുടെ എനർജിയിൽ കാണാണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ആദ്യം എനിക്ക് അങ്ങനത്തെ മെസ്സേജസ് തന്നെയാണ് കിട്ടണത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരുമിച്ചല്ല വരണേ, എന്തായാലും അത് ഇങ്ങനെ കുറച്ചായിട്ട് ഞാൻ കാണുന്നത് സൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പറഞ്ഞാൽ ഈ മാസം നിങ്ങൾ വിചാരിച്ച പോലെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാവും. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു വിചാരിച്ച മാതിരി ബിസിനസ്സിൽ ഔട്ട്കം കിട്ടും. അപ്പോൾ അങ്ങനത്തെ പോസിറ്റീവ് സൈൻസ് ആണ് ഞാൻ കാണുന്നത് ഫ്യൂച്ചറിലും. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ മെല്ലെ മെല്ലെ നിങ്ങളുടെ ലൈഫിൽ വരണു. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ആക്ഷൻ എടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടാവും. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളെ എഫേർട്ട് കുറേ ഇടുന്നുണ്ട്. ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളുടെ എനർജിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവാം. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഇത് എടുക്കണോ, മുമ്പോട്ടേക്ക് പോകണോ, ഇത് ശരിയാവോ.
അങ്ങനെ കുറേ ഒരു സമയം എടുക്കണ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഷുവർ ആയിരിക്കില്ല ഇത് നല്ല ഒരു പ്ലാൻ ആണോ എനിക്ക് വേണ്ടിയിട്ട്, ഞാനിത് അക്സെപ്റ്റ് ചെയ്യണോ, അങ്ങനെ കുറേ ഒരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ നിങ്ങളൊന്നും പേടിക്കാണ്ട് മുമ്പോട്ടേക്ക് പോവുക. എന്താ വെച്ചാൽ ഇത് വരണത് അത് ഇടയ്ക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരില്ല. അപ്പോൾ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഞാൻ കുറേ സ്റ്റെബിലിറ്റിയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് 8 ഓഫ് കപ്സ് ആണ്. എന്തോ നിങ്ങൾ വിട്ടു പോണു. എവിടെയോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ഞാൻ ചില കാര്യങ്ങൾ നടക്കാണ്ട് നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിലായിരുന്നു. ഇതിൻ്റെ മുമ്പും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് പ്ലാൻസ് കുറേ ഉണ്ടായിരുന്നു, ഡ്രീംസ് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒന്നും മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജൂലൈ തൊട്ടിട്ട് ഞാൻ കാണുന്നത് കുറേ പോസിറ്റീവ് മാറ്റങ്ങളാണ് വരണത് എല്ലാത്തിലും, റിലേഷൻഷിപ്പിലും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കരിയറിലും ഞാൻ നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷണൽ മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എവിടെയോ ഡെസ്റ്റിനി നിങ്ങളെ ശരിയായി ഡിറക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. കാര്യങ്ങളിപ്പോൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുകയാണ്. കുറേ ട്രാവൽ എനർജി, കമ്മ്യൂണിക്കേഷൻ കാണാണ്ട്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ഹെൽപ്പ് വരണു, ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പാസ്സാവണ എനർജി ഉണ്ട്. കുറച്ച് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം, ചില ജെലസ് എനർജീസ് ഉണ്ടാവാം, ചില ചാലഞ്ചസ് അങ്ങനെയും ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഉണ്ടായാലും നിങ്ങളത് ക്ലോസ് ഔട്ട് ചെയ്യാണ്. സക്സസ്ഫുള്ളി നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണു. അപ്പോൾ എല്ലാം നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത്. കാപ്രിക്കോൺ ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരണു, പ്രോഗ്രസ് കൊണ്ടുവരണു. ഡിവൈൻ സെൽഫ് വന്നിട്ടുണ്ട് ഇവിടെ. സ്പിരിച്വൽ അഡ്വെഞ്ചർ വന്നിട്ടുണ്ട് ആൻഡ് പീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ട്രാവൽ, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇൻസ്പിറേഷൻ. പിന്നെ ഇവിടെ വന്നിരിക്കണ ഇൻറ്റ്യൂഷൻ, ബാലൻസ്, കണക്ഷൻ, സ്പിരിറ്റ്. കളേഴ്സ് ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വൈറ്റ് നല്ല കളേഴ്സാണ്. ആൻഡ് കുറേ ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാപ്രിക്കോൺ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.